27 നക്ഷത്രങ്ങളുടെ ദിവസഫലമാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. കുടുംബസുഖവും സ്ത്രീ സുഖവും വന്നുചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കർമ്മമേഖലയിൽ തടസ്സങ്ങൾ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ധനപരമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. കടം കൊടുത്ത പണം തിരികെ കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നുചേരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സന്ദേശം ലഭ്യമാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ശാരീരിക ക്ഷമത വർദ്ധിക്കും. മുൻപുണ്ടായിരുന്ന പല അസുഖങ്ങളിൽ നിന്നും ഒരു ശമനം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അംഗീകാരങ്ങളും മറ്റും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. നിയമരംഗത്തുള്ളവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് പൂയം നക്ഷത്രമാണ്. പുതിയ തൊഴിലവസരം ലഭിക്കുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ ഗൃഹം മാറി താമസിക്കേണ്ട അവസ്ഥയും വന്നുചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കലാകാരന്മാർക്ക് മികച്ച ഒരു ദിവസമായിരിക്കും. കലാരംഗത്ത് വീണ്ടും സജീവമാകുവാൻ സാധിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് അനുകൂലമായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം ലഭ്യമാകും. വസ്ത്രങ്ങളും മറ്റും സമ്മാനമായി ലഭിക്കുവാനുള്ള സാധ്യതയും മകം നക്ഷത്രക്കാർക്ക് ഇന്ന് കാണുന്നുണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ദേവാലയ ദർശനം സാധ്യമാകും. കൂടാതെ തന്നെ ഗുരുജനങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ ലഭ്യതയും വന്നുചേരുന്നതായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. രാവിലെ 10 മുതൽ 1 മണി വരെ മികച്ച സമയവും അതിനുശേഷം അല്പം ദോഷമുള്ള സമയവുമായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഉദ്യോഗസ്ഥർക്ക് ഉന്നതരുടെ സഹായം വേണ്ടിവരും. ഉന്നത സ്ഥാനീയരിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. മാനസികമായ സ്വസ്ഥത അഥവാ മനോബലം കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നതും ആയിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ തന്നെ വെളിയിൽ നിന്നുള്ള ഭക്ഷണവും മറ്റും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഗൃഹം വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നുചേരും. വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും. ചെലവുകൾ വളരെയധികം അധികരിക്കും. വരവിനേക്കാൾ ചെലവുകൾ വന്നുചേരുന്ന അവസ്ഥ ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. രാഷ്ട്രീയത്തിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ സൽപ്പേര് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വ്യാപാര രംഗം മെച്ചപ്പെടുന്നതായിരിക്കും. കൂടാതെ തന്നെ മികച്ച ലാഭം നേടുവാനും സാധിക്കുന്നതാണ്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ധനലാഭം ഉണ്ടാകാം. വിവാഹ ആലോചനകൾ വരാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സന്താനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ക്ഷേത്ര ദർശനം സാധ്യമാകുന്നതായിരിക്കും കുടുംബത്തോടൊപ്പം. കൂടാതെ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായും കാണുവാൻ സാധിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. അഗ്നി വാഹനം എന്നിവ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഭൃതൃസഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ശത്രുഭയം വർദ്ധിക്കുന്നതായിരിക്കും. കർമ്മമേഖലയിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവത്തിൽ വരാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അടുത്തത് രേവതി നക്ഷത്രമാണ്. കമിതാക്കൾ പ്രതികൂലമായ അവസ്ഥയിലാകുന്നതായിരിക്കും. അനാവശ്യമായ കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്താനങ്ങൾക്ക്
രോഗാരിഷ്ടതകൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.